ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിന് ഈ കുത്രാത്തീബിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ കാണാണോ? ഇവിടെ കാലങ്ങളായിട്ട് നടന്നു പോകുന്ന സംഗതിയാണ് ഇതൊക്കെ. പിന്നെ സാധാരണക്കാരായ പൊതുജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഓൺലൈൻ മുഫ്തിമാരിറങ്ങിയ കാലമാണല്ലോ. നമ്മളെ ഫർമോൻ്റെ ഒരു വീഡിയോ ഉണ്ട്, കുത്രാത്തീബിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് വല തഖ്തുലു അൻഫുസക്കും, പിന്നെ ഓൻ്റെ വക ഒരു ഫത്വ, നിങ്ങൾ സ്വയം ഉപദ്രവിക്കാൻ പാടില്ല. ഈ വഹാബികളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ആയത്തുകൊണ്ട് നിങ്ങൾ ഹുക്കും പറയാൻ പോവല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ അപകടം എത്ര വലുതാണെന്ന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അസ്ഹാബി കന്നുജൂം ബി അയ്യിഹി മുഖ്തദൈത്തും ഇഹ്തദൈത്തും. എൻ്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്, അവരാരെ നിങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾ നേർവഴിയിലാണ്. സ്വഹാബിവര്യനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചതെന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഈ ചങ്ങായിൻ്റെ ഫത്വ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന ഈ വിഷം കുടിക്കുക എന്നുള്ള പ്രവൃത്തി ഹുബൈബ് റളിയല്ലാഹു അൻഹു ചെയ്തത് ഹറാമാണെന്ന് പറയേണ്ടി വരില്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഖുർആൻ്റെ പരിഭാഷ വായിച്ചിട്ട് ഹുക്കും പറയാൻ പോവല്ലേ. ഇവിടെ ഖുർആനും 10 ലക്ഷത്തോളം ഹദീസുകളൊക്കെ മനഃപ്പാടമാക്കിയ ഇമാമിങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളുടെ ഹുക്കും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ പ്രശസ്ത ഗ്രന്ഥമായ തുഫയിൽ ഇതിൻ്റെ ഹുക്കും പറയുന്നുണ്ട്. ഒരാൾക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പോ അല്ലെങ്കിൽ മികച്ച ഭാവനയോ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ട്. അല്ലെങ്കിൽ കത്തിയാണെങ്കിലും വിഷാണെങ്കിലും തീയാണെങ്കിലൊക്കെ ശരീരത്തിന് അപകടം ഉണ്ടാക്കാൻ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഇവകൾ ഒരു കാരണം മാത്രമാണ്. കത്തിക്ക് സ്വന്തമായിട്ട് ശരീരത്തിന് അപകടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസമല്ലേ പിഴച്ച വിശ്വാസം. ഇബ്രാഹിം നബീനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇസ്മായിൽ നബീനെ നല്ല മൂർച്ചയുള്ള കത്തിയെടുത്തിട്ട് അറവെടുത്താൻ നോക്കിയിട്ട് സാധിച്ചോ? ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. അന്നു മുതലേ മഹാനവറുകളുടെ മുരീദന്മാർ ചെയ്തു പോകുന്ന കാര്യമാണ് ഈ റാത്തീബും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇത് കാരണമായിട്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ വഹാബികളെ ഉരുവട്ടും മറ്റുള്ള മതസ്ഥരും മജൂസികളൊക്കെ ചെയ്യുന്ന പണിയല്ലേ ഇത്, അവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോഴും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ഇതിൽ പെട്ടുപോവുകയാണ്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വലിയൊരു മുജിദത്തായിരുന്നില്ലേ വടീനെ പാമ്പാക്കി മാറ്റുക, പാമ്പിനെ വടിയാക്കി മാറ്റാന്നല്ലേ. മൂസാ നബീൻ്റെ കാലത്ത് ഒരുപാട് കാഫിര്യങ്ങൾ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്ന് കരുതി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഈ മുജിദത്തല്ലാതാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ പൊന്നു മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യത്തെ സംശയിച്ച് കഴിഞ്ഞാൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളോട് ചോദിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഈ വഹാബികൾ പറയുന്ന പോലെ സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കല്ല ദീന്. ഓരോരുത്തർ ചിന്തിക്കുകയാണെങ്കിൽ പലർക്കും പല ദീനാണ് കിട്ടുക. ഇപ്പം ഞാൻ ചിന്തിച്ചിട്ട് എനിക്കൊരു ദീന കിട്ടുകയാണെങ്കിൽ അത് എൻ്റെ ദീനാവും, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനാവില്ല. ഖുർആൻ്റെ പരിഭാഷ വായിച്ചിട്ട് ഇതാണ് യഥാർത്ഥ ഖുർആൻ്റെ ആശയം എന്ന് മനസ്സിലാക്കല്ലേ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ നിരീശ്വരവാദത്തിലേക്ക് വരെ പോകുന്നത്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനത്തോടെ നടക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവരൊക്കെ ഹെഡായ ആരിഫ് ഹുസൈൻ ഉണ്ട്. അയാളൊരു വീഡിയോയിലൂടെ അയാൾ ആത്മകഥ പറയുന്നുണ്ട്. ഇസ്ലാമിനെ സ്വന്തമായിട്ട് ഗവേഷണം ചെയ്യാൻ ശ്രമിച്ചതും അതുമൂലം അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതും അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അയാൾ ഇസ്രായേലിലേക്ക് പോയപ്പോൾ ഖുർആനെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതോടെ അയാളെ നിലവാരം എനിക്ക് മനസ്സിലായി. അതൊക്കെ ഇവിടെ പറയാൻ കാരണം നിരീശ്വരവാദവും ഈ വഹാബിസവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം.